നമസ്കാരം. താടിയെല്ലുകളുടെ രൂപവ്യതിയാനം നമ്മളുടെ ആരോഗ്യത്തെ എങ്ങനെ ബാധിക്കുമെന്ന് നമുക്കൊന്ന് അവലോകനം ചെയ്യാം. താടിയെല്ലുകൾ മുമ്പിലേക്ക് തള്ളി നിൽക്കുക, പ്രൊഗ്നാത്തിസം. ഒരു താടിയെല്ല് മറ്റു താടിയെല്ലിനെക്കാട്ടിൽ പുറകേക്ക് മാറി നിൽക്കുന്നതിന് റിട്രോഗ്നാത്തിസം. താടിയെല്ലുകൾ തമ്മിലുള്ള ബന്ധം വശങ്ങളിലേക്ക് വ്യത്യാസപ്പെട്ടിരിക്കുന്നതിന് ട്രാൻസ്വേഴ്സ് ഡിസ്ക്രിപ്പൻസി എന്ന് പറയുന്നു. ഈ താടിയെല്ലുകൾ തമ്മിലുള്ള ബന്ധത്തിൽ വരുന്ന വ്യതിയാനങ്ങൾ അല്ലെങ്കിൽ രൂപത്തിൽ വരുന്ന വ്യതിയാനങ്ങൾ പല രീതിയിൽ നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കാം. അതിൽ ഒന്നാമത്തേത്, തമ്മിലുള്ള ബന്ധം മാറുമ്പോൾ തന്നെ പല്ലുകൾ തമ്മിൽ ചേർത്ത് ചവച്ചരയ്ക്കാനുള്ള ആ ഒരു കഴിവ് കുറച്ച് കുറയുന്നു. മുൻപിലത്തെ പല്ലും പിറകിലത്തെ പല്ലും നമ്മൾ ഓരോ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നു. പിറകിലത്തെ പല്ലുകൾ ചവച്ചരയ്ക്കുന്നതിനും മുമ്പിലത്തെ പല്ലുകൾ നമ്മൾ ആ ഭക്ഷണം കട്ട് ചെയ്യുന്നതിനുമായിട്ട് ഉപയോഗിക്കുന്നു. ഈ താടിയെല്ലുകൾ തമ്മിലുള്ള ബന്ധം ഈ ഫംഗ്ഷനെ ബാധിക്കും. മറ്റൊന്ന്, വായു തുറന്നുറങ്ങാനുള്ള സാധ്യത കൂടുതലാണ്. മുൻപോട്ട് തള്ളി നിൽക്കുന്ന താടിയെല്ലുകൾ ഉള്ളവർക്ക് ചുണ്ടുകൾ തമ്മിൽ ചേർക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാകും. തന്മൂലം പല്ലുകൾക്കോ മോണയ്ക്കോ ചെറിയ കേടുകള്, മോണരോഗങ്ങൾ മുതലായവ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മറ്റൊന്ന്, നമ്മൾ സൗന്ദര്യത്തിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ നോർമൽ എന്ന് ഉദ്ദേശിക്കുന്ന ആ രീതിയിലേക്ക് ഈ താടിയെല്ലുകൾ തള്ളി നിൽക്കുകയാണെങ്കിൽ വിഷമമുള്ള ആൾക്കാർക്ക് അത് നോർമലായിട്ട് അനുഭവപ്പെടുകയില്ല. അപ്പോൾ അതുകൊണ്ട് അത് കറക്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം വരും. അത് ഇങ്ങനെയുള്ള കാര്യങ്ങളെ കറക്റ്റ് ചെയ്യുന്ന സർജറിക്കാണ് ഓർത്തോഗ്നാത്തിക് സർജറി എന്ന് പറയുന്നത്. അത് ഒരു ജനറൽ അനസ്തീഷ്യയുടെ സഹായത്തോടെ നമ്മുടെ ആശുപത്രികളിൽ ചെയ്യുന്ന ഒരു സർജറിയാണ് ഓർത്തോഗ്നാത്തിക് സർജറി. അതുമൂലം നമുക്ക് നമ്മുടെ ഈ പറഞ്ഞ താടിയെല്ലുകളുടെ രൂപവ്യതിയാനം ചികിത്സിക്കാൻ സാധിക്കും.